10 ജില്ലകളിലെ കുടിവെള്ളത്തിലും മാലിന്യമുണ്ടെന്ന കണ്ടെത്തൽ. ഗുരുതര രോഗങ്ങളിലേക്കും മരണത്തിലേക്കും വരെ ഇത് നയിച്ചേക്കാം. ഇന്ത്യയിൽ 9 സംസ്ഥാനങ്ങളിലും ഈ തരത്തിൽ മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പുതിയ റിപ്പോർട്ട് പറയുന്നത്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ കുടിവെള്ളം മലിനപ്പെടുകയാണെന്നും ജലവിഭവ മന്ത്രാലയത്തിന്റെ പാർലമെന്റ് സമിതി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരം 1, ആലപ്പുഴ 12, ഇടുക്കി 3, കണ്ണൂർ 21, കാസർഗോഡ് 2, കോഴിക്കോട് 15, മലപ്പുറം 8, പാലക്കാട് 2, തൃശൂർ 2, വയനാട് 8 എന്നീ ജില്ലകളിലാണ് കുടിവെള്ളത്തിൽ മാലിന്യം കണ്ടെത്തിയത്. രാജ്യത്തെ 7 സംസ്ഥാനങ്ങളിലെ 96 ജില്ലകളിലുള്ള 11,348 ജനവാസ കേന്ദ്രങ്ങളിലെ വെള്ളത്തിലും മാലിന്യമുണ്ടെന്നാണ് കണ്ടെത്തൽ. അസം, ബീഹാർ, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ലവണാംശം, ഇരുമ്പ്, നൈട്രേറ്റ്, ഘനലോഹങ്ങൾ തുടങ്ങിയ മലിനീകരണങ്ങൾക്കുള്ള ഹ്രസ്വകാല നടപടികളൊന്നും സർക്കാരുകൾ സ്വീകരിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. 9 ജില്ലകളിലെ 32 ജനവാസ കേന്ദ്രങ്ങളിൽ റേഡിയോ ആക്റ്റീവ് മൂലകമായ യുറേനിയമാണ് കണ്ടെത്തിയത്. വൃക്ക, കരൾ തുടങ്ങിയ ആന്തരികാവയവങ്ങളിൽ അടിഞ്ഞുകൂടുന്ന ഈ മാലിന്യങ്ങൾ മരണത്തിലേക്ക് വരെ നയിക്കാം. ഇത്തരം ദുർബലമായ പ്രദേശങ്ങളിൽ സുരക്ഷിതമായ കുടിവെള്ളം നൽകാൻ ഉടനടിയുള്ള നടപടി സ്വീകരിക്കണമെന്നും ജലവിഭവ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. 22 പ്രദേശങ്ങളിൽ ഇടക്കാല നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും 10 ജനവാസ കേന്ദ്രങ്ങൾ നടപടിക്കായി കാത്തിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. അലക്ഷ്യമായും വൃത്തിഹീനമായും കിടക്കുന്ന സ്ഥലങ്ങൾ തലച്ചോറിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവിനെ ഇല്ലാതാക്കുമെന്ന് പഠനങ്ങൾ. വൃത്തിയുള്ള പ്രദേശം മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുമെന്നും പഠനം സൂചിപ്പിക്കുന്നു. അലക്ഷ്യമായോ അലങ്കോലമായോ കിടക്കുന്ന സ്ഥലങ്ങളോ പ്രതലങ്ങളോ തലച്ചോറിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവിനെ ബുദ്ധിമുട്ടിലാക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇത് ശ്രദ്ധ വ്യതിചലനങ്ങൾക്കും വൈജ്ഞാനിക അമിതഭാരത്തിനും കാരണമാകുന്നു. ഫിസിക്കലായും ഡിജിറ്റലായുമുള്ള ഈ വൃത്തിയില്ലായ്മ ഉൽപാദനക്ഷമത കുറയ്ക്കുന്നതിനും സമ്മർദ്ദനില വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും. ഒരു അലങ്കോലമായ അന്തരീക്ഷം ദൃശ്യ ഉത്തേജകങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിന് തലച്ചോറിന് അധിക ഊർജം ചെലവഴിക്കാൻ കാരണമാകും. ഇത് വൈജ്ഞാനിക ക്ഷീണത്തിനും ശ്രദ്ധാദൈർഘ്യം കുറയുന്നതിനും കാരണമാകുന്നുവെന്നും പഠനം പറയുന്നു. ഇത് തുടർച്ചയായ ഭാഗിക ശ്രദ്ധ എന്ന ആശയവുമായി യോജിക്കുന്നുണ്ട്. അവിടെ മസ്തിഷ്കം നിരന്തരം ഒന്നിലധികം ഉത്തേജകങ്ങൾക്കിടയിൽ ശ്രദ്ധ വിഭജിക്കുന്നു. ഇത് പ്രവർത്തന മെമ്മറിയെയും പഠനശേഷിയെയും ദുർബലപ്പെടുത്തുന്നു. ഇമെയിലുകൾ, ഫോട്ടോകൾ തുടങ്ങിയ ഡിജിറ്റൽ ഫയലുകൾ കുമിഞ്ഞുകൂടുന്നത് മാനസികമായി തളർത്തുന്നതും അമിതഭാരം ഉണ്ടാക്കുന്നതുമാണെന്നും ഈ മേഖലയിലെ ഗവേഷകർ പറയുന്നു. ഡിജിറ്റൽ ഹോർഡിംഗ് എന്നറിയപ്പെടുന്ന ഈ തരം ക്ലട്ടർ സമ്മർദ്ദവും ഉത്കണ്ഠയും ഉണ്ടാക്കുന്നതായി കണ്ടെത്തിയിട്ടുമുണ്ട്. ഇത് ഏകാഗ്രതയും ഉൽപാദനക്ഷമതയെയും കൂടുതൽ തടസ്സപ്പെടുത്തുന്നു. അതിനാൽ തന്നെ എപ്പോഴും സമയം ചിലവഴിക്കുമ്പോൾ വൃത്തിയുള്ള സ്ഥലങ്ങളിൽ ചിലവഴിക്കാൻ ശ്രദ്ധിക്കണം. മനസ്സിനെ ഏകാഗ്രമാക്കാനും ഇത് സഹായിക്കും. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്.